Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസിനെ കുറിച്ചായിരുന്നു. പിന്നെ ബൈറ്റ് സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് എങ്ങനെ സീറോ ആണെന്ന് തെളിയിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ എത്തി. ഡൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേളിൻ്റെ വാല്യൂ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. സോ ഫ്രം ബൈറ്റ്-സാവർട്ട് ലോ യു കൺസിഡർ എ റീജിയൻ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യു കൺസിഡർ എ റീജിയൻ ഹാവിങ് current density vector j of r prime. This is the source. ആ സോഴ്സ് കോർഡിനേറ്റിനെ നമ്മൾ r prime എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ കോർഡിനേറ്റ്സ് x prime, y prime, z prime. You consider an volume element d prime in this region. From that volume element you can draw a vector r from to the point of consideration. The point of consideration is represented by the vector r and the coordinates are x, y, z. So നമ്മൾക്ക് ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്ന് പറയുന്നത് ഈ റീജിയനിലുള്ള പ്രൈംഡ് കോർഡിനേറ്റ്സ് ഉള്ള റീജിയനിലുള്ള കറണ്ട് കൊണ്ടാണ്. സോ ഇൻ ജനറൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ആർ can be found out from Bite-Savarт law like this: mu naught by 4 pi volume integral j of r prime cross unit vector r by r square d tau prime. That means the integration is taking place over the primed coordinates and the magnetic field is obtained at the position of unprimed coordinates. So in general this is equation number 1. So from equation number 2 നമുക്ക് ഇങ്ങനെ എഴുതാം: the magnetic field is a function of unprimed coordinates x, y, z and current density vector j is a function of primed coordinates and d tau prime can be represented as dx prime, dy prime, dz prime. R prime എന്ന് പറയുന്നത് x minus x prime into I cap plus y minus y prime into j cap plus z minus z prime into k cap, which is equation number 2. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വി പ്രൂവ്ഡ് ദാറ്റ് ഡൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു സീറോ ഓർ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ വെക്റ്റർ ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു സീറോ. ഈ എക്സ്പ്രഷനിൽ നിന്ന് ഇതിൻ്റെ ഡൈവർജൻസ് കണ്ടുപിടിച്ചിട്ട് ബി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബിയിൽ നിന്ന് ഡൽ ഡോട്ട് ബി കണ്ടുപിടിച്ചു, അത് സീറോ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു പ്രൂവ് ഡെൽ ക്രോസ് ബി. സോ യു ക്യാൻ റൈറ്റ് del cross vector b of vector r is equal to, that can be written as mu naught by 4 pi volume integral del cross bracket vector j of r prime cross unit vector r by r square into d tau prime, which is equation number 2. Okay, so what is, ഇവിടെ നിങ്ങൾക്ക് ഡെൽ ക്രോസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഇൻ ക്രോസ് ഇൻറ്റു അനദർ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇൻ ജനറൽ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവും: ഡെൽ ക്രോസ് എ ക്രോസ് ബി. ഡെൽ ക്രോസ് എ ക്രോസ് ബി എന്ന് പറയുന്നത് this is equation number 2a എന്ന് represent ചെയ്യാം. del cross a cross b is vector b dot del into vector a minus vector a dot del into vector b plus vector a into del dot b minus vector b into del dot a, which is equation number 3. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ
ഇവിടുത്തെ എക്സ്പ്രഷനിൽ നിങ്ങൾക്കത് എങ്ങനെ എഴുതാം? del cross vector j of vector r prime cross unit vector r by r square, that can be written as vector b dot del into vector a. Vector b means unit vector r by r square dot del into vector j of vector r prime minus a dot del. A means vector j of r prime dot del into unit vector r by r square plus vector a, vector j of r prime into vector del dot unit vector r by r square minus unit vector r by r square del dot vector j of vector r prime, which is equation number 4. Clear? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എക്സ്പ്രഷനിൽ j of r prime is a function of r prime coordinates. del എന്ന് പറയുന്നത് അൺപ്രൈംഡ് കോർഡിനേറ്റ്സിൻ്റെയാണ്. അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെറ്റ്. അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. ജെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് പ്രൈം വൈ പ്രൈം സെറ്റ് പ്രൈം. യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് പ്രൈം വൈ പ്രൈം സെറ്റ് പ്രൈം ആൻഡ് എക്സ് വൈ സെറ്റ്. ശരിയല്ലേ? യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും എക്സ് പ്രൈമിനെയും പ്രൈം കോർഡിനേറ്റ്സിനെയും അൺപ്രൈംഡ് കോർഡിനേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷനിൽ ആർ യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ നിങ്ങൾ ജെ ഓഫ് ആർ പ്രൈമിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി നെസസറിലി 0. കാരണം ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺപ്രൈംഡ് കോർഡിനേറ്റ്സിലാണ് നമുക്ക് ഡെല്ലിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. അതിനെയാണ് ജെ ഓഫ് ആർ പ്രൈമിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നെസസറിലി ദിസ് ടേം വിൽ ബി 0. ആൻഡ് ലാസ്റ്റ് ടേം del dot j of r prime. Del dot j of r prime. J of r prime is a function of x prime, y prime and z prime, primed coordinates. Del is a function of unprimed coordinates. So operator of unprimed coordinates. So this term will be also 0. First term fourth term 0 ആയിരിക്കും. മറ്റേതിലൊക്കെ യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ വരുന്നതുകൊണ്ട് ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈംഡ് കോർഡിനേറ്റ്സിനെയും അൺപ്രൈംഡ് കോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ വെക്ടർ പ്രൈംഡ് കോർഡിനേറ്റ്സിനെയും അൺപ്രൈംഡ് കോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ട് ടേമുകളും നമുക്ക് ജനറലി 0 ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമുകളും എക്സിസ്റ്റ് ചെയ്യും, ഈ രണ്ട് ടേമുകളും 0 ആയിട്ട് മാറും. സോ ജനറലി യു ക്യാൻ റൈറ്റ് del cross vector j of vector r prime cross unit vector r by r square is equal to vector j of r prime into del dot unit vector r by r square minus j of vector j of r prime dot del into unit vector r by r square, which is equation number 5. Equation number 5 കിട്ടി. ഇതാണ് എക്സ്പ്രഷൻ.
ഇതിൽ നിന്നാണ് ഡെൽ ക്രോസ് ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് റിസൾട്ട് ഈസ് 4 പൈ ഡെൽറ്റ ക്യൂബ് ഓഫ് വെക്റ്റർ ആർ എന്ന് വരും. 4 pi delta cube of vector r എന്ന് പറഞ്ഞാൽ this delta cube of vector r is called Dirac delta function, and Dirac delta function is delta cube of vector r can be written as delta cube of vector r minus r prime. So that function has got a specific value delta cube of vector r minus r prime is equal to 0 when vector r is equal to r prime not equal to r prime and will be equal to infinity when vector r is equal to vector r prime. So the Dirac delta function will be a function like this. At this point vector r is equal to vector r prime, and one of the advantages of this Dirac delta function is that if you integrate, so you take this equation number this equation. ഇപ്പോൾ തൽക്കാലം ഈ ഇക്വേഷൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും ഇക്വേഷൻ നമ്പർ 6. നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. സോ ഇൻ ജനറൽ ഡെൽ ക്രോസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് mu naught by 4 pi വോളിയം ഇൻ്റഗ്രൽ del cross vector j of vector r prime cross unit vector r by r square into d tau prime. അപ്പോൾ അതിൽ 2 ടേം മാത്രമായിട്ട് നിൽക്കും. So that can be written as mu naught by 4 pi volume integral vector j of vector r prime into del dot unit vector r by r square d tau prime minus mu naught by 4 pi volume integral vector j of vector r prime dot unit vector r by r square, dot del into unit vector r by r square d tau prime, which is equation number 7. സോ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിലാണ് ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയറിന് പകരം 4 പൈ ഡെൽറ്റ ക്യൂബ് ഓഫ് വെക്ടർ ആർ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു mu naught by 4 pi volume integral vector j of vector r prime into 4 pi delta cube of vector r minus vector r prime. അതായത് ഈ വെക്ടർ ആറിന് പകരം വെക്ടർ ആർ മൈനസ് വെക്ടർ ആർ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്തു ഇൻറ്റു ഡി ടോ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം മൈനസ് mu naught by 4 pi volume integral vector j of vector r prime dot del into unit vector r by r square d tau prime, which is equation number 8. ആ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 8 ഫസ്റ്റ് ഇൻ്റഗ്രൽ എടുക്കുക. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ 4 പൈ പുറത്തേക്ക് എടുക്കുക. സോ mu naught വോളിയം ഇൻ്റഗ്രൽ
delta cube of vector r minus vector r prime j of vector r prime dito prime എന്ന് എഴുതാം മൈനസ് മ്യൂ നോട്ട് ബൈ 4 പൈ വോളിയം ഇൻ്റഗ്രൽ വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം ഡോട്ട് ഡെൽ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഡിറ്റോ പ്രൈം എന്ന്. സോ ഇത് ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതൊരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ നിങ്ങൾ മൊത്തം ഓൾ ഓവർ ദ സ്പേസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ the result will be mu naught into vector j of vector r. J of vector r means the current density at the point vector r minus mu naught by 4 pi volume integral vector j of vector r prime dot del into unit vector r by r square theta prime which is del cross b. ഇങ്ങനെ റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടിനെ ഇക്വേഷൻ നമ്പർ 9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ റിമെമ്പർ ഇക്വേഷൻ നമ്പർ 9. ദെൻ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിൽ സെക്കൻഡ് ടേം എടുക്കുക. കൺസിഡർ ദ സെക്കൻഡ് ടേം ഇൻ ഇക്വേഷൻ നമ്പർ 9. ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം ഡോട്ട് ഡെൽ യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഡിറ്റോ പ്രൈം. ദിസ് ഈസ് ദ ടെക്സ്റ്റ്. ഇതിൽ ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൈനസ് മ്യൂ നോട്ട് ബൈ 4 പൈ ഇവിടെ എഴുതിക്കോ. മൈനസ് മ്യൂ നോട്ട് ബൈ 4 പൈ. സോ ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ യു കൺസിഡർ എ ടേം, കൺസിഡർ ഡെൽ പ്രൈം ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു വെക്റ്റർ ജെ എന്ന് പറയുന്നൊരു ടേം എടുക്കുക. What is del prime? Del is a function of, del can be written as I dou by dou x plus j dou by dou y plus vector k dou by dou z. ഇത് അൺപ്രൈംഡ് കോർഡിനേറ്റിലെ ഗ്രേഡിയൻ്റ് ആണ്. സോ ദ പ്രൈംഡ് കോർഡിനേറ്റ്സിലെ ഗ്രേഡിയൻറ്റിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. I cap dou by dou x prime plus y cap j cap dou by dou y prime plus k cap dou by dou z prime. del പ്രൈമിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് j is a function of vector r prime. അപ്പോൾ അതുകൊണ്ട് തന്നെ del prime dot unit vector r by r square ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ del prime dot unit vector r by r square എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം del dot phi into vector a നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. phi into del dot a plus del phi dot a എന്നുള്ള രീതിയിൽ എഴുതാം. ഇവിടെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ടേമിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് കമ്പോണൻറ്റ് ഓൺലി കൺസിഡർ ചെയ്യും. എന്താ വെച്ചാൽ ഇതൊരു വെക്റ്റർ ഫോമിലാണ് നമ്മൾ ഇവിടെ ഇൻ്റഗ്രേഷൻ എഴുതേണ്ടത്. അതിനൊരു സ്കാലാർ ഫോമിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. കൺസിഡർ എക്സ് കമ്പോണൻറ്റ് ഓഫ് del prime dot unit vector r by r square into vector j of r prime. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. del prime dot യൂണിറ്റ് വെക്റ്റർ r by r square എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. വെക്റ്റർ r by r cube എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ രൂപത്തിൽ എഴുതുമ്പോൾ
that will be equal to del prime dot x minus x prime by r square r cube into vector j of vector r prime of x component മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. So what is del prime dot x minus x prime by r cube into j vector j of vector r prime എന്ത് വരും? അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, x minus x prime by r cube del prime dot vector j of vector r prime plus del prime of x minus x prime by r cube dot vector j of vector r prime del prime dot phi into vector a phi into del prime dot vector a plus del prime phi dot vector a. ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത്. സോ ദിസ് ഈസ് del prime dot vector j of r prime. നിങ്ങൾക്കറിയാം നമ്മളിവിടെ ബയറ്റ് സാവർട്ട് ലോ അപ്ലൈ ചെയ്തത്. ബയറ്റ് സാവർട്ട് ലോ applicable only for steady currents. സോ നമ്മളുടെ റീജിയൻ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന റീജിയൻ വെക്റ്റർ ജെ ഓഫ് ആർ പ്രൈം ആണെങ്കിൽ, ഈ റീജിയൻ എന്ന് പറയുന്നത് സ്റ്റഡി കറണ്ട് ഉള്ള റീജിയൻ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം del prime dot vector j of vector r prime plus dou rho of vector r prime by dou t 0 എന്ന് എഴുതാം. ഈ സ്റ്റഡി കറണ്ടിന് this dou rho by dou t is 0. So for steady current del prime dot vector j of vector r prime is equal to 0. So this term it becomes 0. So the result will be del prime dot x minus x prime by r cube vector j of vector r prime is equal to del prime x minus x prime by r cube dot vector j of vector r prime. Okay. ഇതിനെ ഒരു വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം ഡോട്ട് ഡെൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്രൈം ബൈ ആർ ക്യൂബ് is equal to, this is del prime, is equal to del prime, vector formula idalla, sorry, del prime dot x minus x prime by r cube into vector j of vector r prime. ഇങ്ങനെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ജെ ഡോട്ട് ഡെൽ ഇൻറ്റു ഈ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ ജെ ഡോട്ട് ഡെൽ പ്രൈം, നമ്മൾ this term is nothing but our term vector j of vector r prime dot del into
യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഓഫ് എക്സ് കമ്പോണൻ്റ് ആണ് നമ്മൾ എഴുതിയത്. ദാറ്റ് എക്സ് കമ്പോണൻറ്റ് അതൊരു സ്കാലാർ ഫോമിലാണ്, വെക്ടർ ഫോമിലല്ല. സ്കാലാർ ഫോമിൽ എഴുതുമ്പോൾ ഡെൽ ഡോട്ട് എക്സ് മൈനസ് എക്സ് പ്രൈം ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ജെ ഓഫ് വെക്ടർ ആർ പ്രൈം. സോറി, ദിസ് ഇസ് ഡെൽ പ്രൈം. നമുക്കറിയാം, നമുക്കിത് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടി ജെ ഡോട്ട്, ബട്ട് വി ക്യാൻ റൈറ്റ് വൺ മോർ കൺസെപ്റ്റ്, ബട്ട് വി ക്യാൻ റൈറ്റ് vector j dot del prime into unit vector r by r square can be written as vector j dot del into യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ. ഇതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 11 എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഡോ ബൈ ഡോ എക്സ് പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് പ്രൈം എന്ന് എഴുതാം. സോ ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് പ്രൈമിനെ നിങ്ങൾക്ക് അൺപ്രൈംഡ് കോർഡിനേറ്റ്സിൽ നിന്ന് പ്രൈംഡ് കോർഡിനേറ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ, അൺപ്രൈംഡ് കോർഡിനേറ്റ്സിൽ നിന്ന് പ്രൈംഡ് കോർഡിനേറ്റ്സിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് സൈൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. സോറി, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ജെ ഡോട്ട് ഡെൽ പ്രൈം ഓഫ് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ജെ ഡോട്ട് ഡെൽ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ ആണ്. ജെ ഡോട്ട് ഡെൽ പ്രൈം യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ എന്താ? ഇക്വേഷൻ നമ്പർ 10 പ്രകാരം ഡെൽ പ്രൈം ഡോട്ട് this is not del prime dot x minus x prime by r cube into j of r prime. So second term എന്ന് പറയുന്നത് for x component, the second term will become, second term in equation number 9 will become minus mu naught by 4 pi volume integral vector j of vector r prime dot del into unit vector r by r square of r by r square into d tau prime of x component will become വോള്യം ഇൻറ്റ് മ്യൂ നോട്ട് ബൈ 4 പൈ, നെഗറ്റീവ് സൈൻ മാറി, വോള്യം ഇൻറ്റഗ്രൽ ഡെൽ പ്രൈം ഡോട്ട് യൂണിറ്റ് വെക്റ്റർ അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് പ്രൈം ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇൻറ്റു ഡി ടോ പ്രൈം. അണ്ടർസ്റ്റുഡ്? ഈ എക്സ് കമ്പോണൻറ്റ് മാത്രമായിട്ടാണ് ഞാൻ എഴുതിയത്, അത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ടേം ഫോർ എക്സ് കമ്പോണൻറ്റ്. ഇതേപോലെ തന്നെ വൈ കമ്പോണൻറ്റും സെറ്റ് കമ്പോണൻറ്റും എടുക്കും. നമുക്ക് എക്സ് കമ്പോണൻറ്റ് മാത്രം തൽക്കാലം എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ you apply Gauss's divergence theorem. So that will be equal to mu naught by 4 pi volume integral del prime dot x minus x prime by r cube into vector j of vector r prime into d tau prime. ഒരു ക്വാണ്ടിറ്റിയുടെ ഡൈവർജൻസിനെ ഇൻറ്റഗ്രലിനെ മറ്റേ ക്വാണ്ടിറ്റിയുടെ തന്നെ സർഫസ് ഇൻറ്റഗ്രൽ ആയിട്ട് എഴുതാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മ്യൂ നോട്ട് ബൈ 4 പൈ സർഫസ് ഇൻറ്റഗ്രൽ വെക്റ്റർ ജെ എക്സ് മൈനസ് എക്സ് പ്രൈം ബൈ ആർ ക്യൂബ് വെക്റ്റർ ജെ ഓഫ് ആർ പ്രൈം dot dA prime.
ഇങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് മ്യൂ നോട്ട് വെക്റ്റർ ജെ പ്ലസ് എ സെക്കൻഡ് ടേം, ഒരു സെക്കൻഡ് ടേം ഉണ്ട്. ആ സെക്കൻഡ് ടേമിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ എക്സ് കമ്പോണൻറ്റ്, ദിസ് വിൽ ബി ഈസ് എ സർഫസ് ഇൻ്റഗ്രൽ. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമ്മൾ വോള്യൂം ഇൻ്റഗ്രൽ മാറ്റിയിട്ട് ഒരു സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റി. ഓക്കെ, നമ്മളുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു റീജിയനാണ്. ഇവിടെയാണ് വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം ഉള്ളത്. ഇവിടെയാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ വോള്യൂം എലമെൻ്റ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത് ദിസ് റീജിയനിലാണ്. ഇൻ്റഗ്രേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്, ഇൻ്റഗ്രേഷൻ ഈസ് ഇൻ ദിസ് റീജിയൻ. നമ്മൾ ഇവിടെയാണ് പോയിന്റ് കൺസിഡർ ചെയ്തത്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീജിയനിലെ കറണ്ട് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സോ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വരും, ഈ വോള്യത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെക്റ്റർ ജെ എന്ന് പറയുന്നത് വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ പ്രൈം ആണ്. ഇവിടെ ഇറ്റ് ഈസ് വെക്റ്റർ ജെ ഓഫ് വെക്റ്റർ ആർ ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ഇൻ ദിസ് റീജിയൻ. So the fundamental question is, what region are we integrating over? This region. Definitely ഈ region ആണ്. The volume, but ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ റീജിയനെ കുറച്ചും കൂടി ബിഗ്ഗർ ആയിട്ടുള്ള വോള്യത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഈ റീജിയനിൽ മാത്രമാണ് ജെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇഫ് യു മേക്ക് ദ വോള്യം ബിഗ്ഗർ, ഇഫ് യു മേക്ക് ദ വോള്യം ബിഗ്ഗർ, nothing will happen to the first term, because we assume that vector j is equal to 0 outside the region of interest. അപ്പോൾ നിങ്ങൾ ഡെൽ ക്രോസ് ബി